കൃപാസനം പത്രം ഏപ്രിൽ 2025. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സന്ദേശം. ഉടമ്പടി ദൈവവുമായിട്ടുള്ള ബുദ്ധിപരമായ ജീവിത നടപടി. സഭ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. പണ്ടത്തെ കാലത്തേക്കാളും എല്ലാ സഭകളിലുമുള്ള അനേകം മക്കൾ ഉപവസിക്കുന്നവരും നോമ്പ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ്. അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശേഷ വിഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വസന്തകാലമാണ്. നമ്മൾ ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ് ലഭിക്കുന്നത്. ഒന്ന് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒരു കൃപ, അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം. ഈ നോമ്പ് ജീവിതവും ഉടമ്പടി ജീവിതവും നമ്മെ കൂടുതൽ ശക്തീകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ചില സമയത്ത് ജീവിതത്തിൽ സീറോ പവർ ആയി പോകുന്ന അവസ്ഥ വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അനിത ടോമി എന്ന ഒരു മകൾ സാക്ഷ്യം പറഞ്ഞു. അനിത ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബ പ്രശ്നമാണ്. പക്ഷേ ആ സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിനുണ്ടാക്കിയ ആഘാതം വളരെ ആഴമുള്ളതായിരുന്നു. കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. വൈരാഗ്യമുണ്ടായി, വെറുപ്പുണ്ടായി, ഒറ്റപ്പെട്ടു. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അതിനിടയിൽ അവർ പ്രഗ്നന്റുമായി. ഇടയ്ക്ക് ബ്ലീഡിങ്ങും ഉണ്ടായി. ഭയങ്കരമായ താങ്ങാനാവാത്ത മാനസിക ഭാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു. മാനസികമായ ഉപദേശകനേക്കാൾ ഉപരി ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കാൻ പറഞ്ഞു. അത്ര കണ്ട് അനിത ഡിപ്രസ്ഡ് ആയി പോയിരുന്നു. അനിതയുടെ വിഷയം വളരെ സീരിയസ് ആണ്. അവർ സൈക്യാട്രിസ്റ്റിനെ കണ്ടു. അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ചു കൊടുത്തു. അതിനിടയിൽ അവൾ മാസം തികയാതെ പ്രസവിച്ചു. 7-ാം മാസം പ്രസവിച്ചു. അനിത അത് കാര്യമാക്കിയില്ല. കാരണം അവളുടെ മനസ്സ് അത്രയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനിടയിൽ ഡോക്ടർ അവളുടെ വായ് തുറന്ന് പരിശോധിച്ചപ്പോൾ തൊണ്ടയിൽ 2 മുഴകൾ കണ്ടു. 2-3 ആഴ്ചകളായി ആ മുഴകൾ തൊണ്ടയിൽ ഉള്ളതായിരുന്നു. പക്ഷേ അവൾ അതിനെക്കുറിച്ച് ലീസ്റ്റ് കോൺഷ്യസ് ആയിരുന്നു. തിരക്കില്ലാത്ത ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ അത് FNACക്ക് വിടണമെന്ന് പറഞ്ഞു. FNAC എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ ടെസ്റ്റ് ആണ്. മുഴയ്ക്കുള്ളിലെ കുറച്ച് കോശങ്ങൾ എടുത്ത് ടെസ്റ്റിന് വിട്ടു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്നയാൾക്ക് ക്യാൻസർ പോസിറ്റീവ് ആയിരുന്നു. ക്യാൻസർ പോസിറ്റീവ് ആയപ്പോൾ അനിത പറഞ്ഞൊരു വാക്കുണ്ട്, തനിക്കൊന്നും തോന്നിയില്ല എന്ന്. സ്വന്തം ലൈഫ് തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ